وكان الله على كل شيء رقيبا. കഴിഞ്ഞ ആയത്തുകളുമായി ബന്ധപ്പെട്ടതാണ് ഇത്. സൂറത്തുൽ അഹ്സാബിലെ തൊട്ടുമുമ്പുള്ള ആയത്ത് അള്ളാഹു നബിക്ക് ഭാര്യമാരെ അനുവദിച്ചു കൊടുത്തു, ആരെയൊക്കെ ഭാര്യമാരാക്കാം എന്ന വിഷയങ്ങളായിരുന്നു. ഇത് പ്രത്യേകം അങ്ങനെ നബിയുടെ ഭാര്യമാരെ പറ്റി ഇന്നവരൊക്കെ ഭാര്യമാരാക്കാം എന്ന് പറയാനുള്ള കാരണം വൈവാഹിക ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില ആനുകൂല്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അന്ന് മദീനയിൽ നിലവിലുണ്ടായിരുന്ന വൈവാഹിക രംഗത്തുണ്ടായിരുന്ന ചില പാരമ്പര്യങ്ങളെ പ്രവാചകൻ ഇല്ലാതെയാക്കുകയും ചെയ്തു. അതിലൊന്ന് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു, ദത്തുപുത്രൻ്റെ ഭാര്യമാരെ അവർ വിവാഹമോചനം നടത്തിയാൽ ദത്തെടുത്ത ആൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഒരു നിയമം അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായിരുന്നു ആര്? സെയ്ദ് ബിനു ഹാരിസത്ത്. സെയ്ദ് ബിൻ സാബിത്ത് എന്നൊരു സഹാബിയുണ്ട്. അത് നബിയുടെ ഖുർആൻ എഴുത്തുകാരനായ മറ്റൊരാളാണ്. ഇത് സെയ്ദ് ബിൻ ഹാരിസത്ത്. അപ്പം അദ്ദേഹം സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദത്തെടുത്ത ആളുകൾ പിതാവും മക്കളും പോലെ തന്നെ പാരമ്പര്യം അവകാശപ്പെട്ടിരുന്നു ജാഹിലിയ കാലത്ത്. അപ്പം അത് ഇസ്ലാം ഇല്ലാതെയാക്കി സെയ്ദിൻ്റെ ഭാര്യ സൈനബ റളിയല്ലാഹു അൻഹയെ സെയ്ദ് സ്വാഭാവികമായ ചില കാരണങ്ങളാൽ വിവാഹമോചനം നടത്തിയപ്പോൾ പിന്നീട് ആ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. അപ്പോൾ ആ ആചാരം, ദത്തുപുത്രന്മാർ മോചനം നടത്തിയ ഭാര്യമാരെ ദത്തെടുത്ത ആൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന ആ ആചാരത്തെ ഇസ്ലാം പ്രാവർത്തികമായി ഇല്ലാതെയാക്കി. മറ്റൊന്ന്, നബിക്ക് കൊടുത്ത പ്രത്യേകത, 4-ലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുമതി കൊടുത്തു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. ചില ആളുകൾ ഭാര്യമാർ നബി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ മറ്റു മുശ്രിക്കുകളായ ഭർത്താക്കന്മാരുടെ കൂടെ പോകേണ്ടി വരികയോ ഒറ്റപ്പെടുകയോ ഒക്കെ ചെയ്യും എന്ന പല കാരണങ്ങളാലും നബിക്ക് ഇസ്ലാമിൻ്റെ തുടക്കത്തിലും ഇസ്ലാമിക പ്രചാരണത്തിൻ്റെ സഹായകമായിട്ടും 4-ലേറെ ഭാര്യമാരെ നബിക്ക് അനുവദിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു സ്ത്രീ നബിക്ക് അവളുടെ ശരീരം നിങ്ങൾ എന്നെ ഭാര്യയാക്കുക എന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ട് വരികയാണെങ്കിൽ അവരെ ഭാര്യയായി സ്വീകരിക്കാം എന്ന് നബിക്ക് അനുമതി കൊടുത്തു. എന്നാൽ അതിൽ നബി ഭാര്യമാരായി ആരെയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഒരു വിഷയം. അപ്പോൾ ഈ ജാതി കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു പറയാണ്, തുർജീ മൻ തശാഉ മിൻഹുന്ന, ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾക്ക് മാറ്റി നിർത്താം. വതുവീ ഇലൈക മൻ തശാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾക്ക് ചേർക്കുകയും ചെയ്യാം. അത് ഈ ഭാര്യമാരുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും മാറ്റി നിർത്തണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾക്ക് തടസ്സമല്ല, നിങ്ങൾക്ക് മാറ്റി നിർത്താം. എന്നാൽ നിങ്ങൾ ഇന്ന ആളുകളെ തുവി എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ചേർത്ത് ഭാര്യമാരാക്കി തന്നെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിലനിർത്തുകയും ചെയ്യാം. രണ്ടിനും അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തു. ചില ഭാര്യമാരിൽ നിന്ന് നബിക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു മാനുഷികമായി ഉണ്ടാകാവുന്ന പ്രയാസങ്ങളാണ്. അതുകൊണ്ട് നബി ബുദ്ധിമുട്ടൊക്കെ പ്രയാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നബിക്ക് അല്ലാഹു തആല ആയത്തിൽ കൂടി തന്നെ പരസ്യമായിട്ട് ഒരനുമതി കൊടുത്തപ്പോൾ അത് പ്രവാചകനൊരു പിൻബലമായി. ഏത് സമയത്തും അള്ളാഹു നബിക്ക് തൻ്റെ ഭാര്യമാരിൽ ആരെയും മാറ്റി നിർത്താനും ഉദ്ദേശിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്താനുമുള്ള
അനുമതി കൊടുത്തിട്ടുണ്ട് എന്ന് ആയത്തിൽ കൂടിയുള്ള ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി ഭാര്യമാരിൽ നിന്നുണ്ടായ പ്രയാസങ്ങളിൽ നിന്ന് നബിക്ക് അവരൊക്കെ അടങ്ങി ഒതുങ്ങി നല്ല രീതിയിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നബിയുടെ ഭാര്യമാരാവട്ടെ മനുഷ്യന്മാരെല്ലാവരും മഅ്സൂമുകളല്ല, പാപമുക്തരല്ല. എല്ലാവരിൽ നിന്നും അപാകതകളും കുറവുകളും ഒക്കെ ഉണ്ടാവാം. അതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. പാപമുക്തരല്ല. അങ്ങനെ ഒരു മനുഷ്യനിൽ നിന്ന് പാപമുണ്ടായാൽ വിശ്വാസികളാണെങ്കിൽ പശ്ചാത്തപിച്ച് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപമുക്തരല്ല ആരും, എത്ര നല്ല മനുഷ്യരും. എന്നാൽ വല്ലതും വന്നു പോയാൽ അള്ളാഹുവിനെ ഓർത്ത് പശ്ചാത്തപിച്ച് മടങ്ങി വലം യുസിറു അലാ മാ ഫഅലു, അവർ ചെയ്യുന്ന ആ ചീത്തയായ കാര്യത്തിൽ ഉറച്ചു നിൽക്കാതിരിക്കുക എന്നതാണ് അതിനുള്ള പ്രതിവിധി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തുർജി എന്ന് പറഞ്ഞാൽ മാറ്റി അവധി വെക്കുക, അല്ലെങ്കിൽ മാറ്റി നിർത്താം. ഒത്ത് ഉവി ഇലൈക മൻ തശാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യാം. വ മനിബ്തഗൈത മിമ്മൻ അസൽത്ത, നീ മാറ്റി നിർത്തിയവരിൽ നിന്ന് വല്ലവരെയും നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫലാ ജുനാഹ അലൈക, അതിനും തെറ്റില്ല. അത് നിങ്ങൾക്ക് ഇനിയും ഇങ്ങോട്ട് എടുക്കുക, മാറ്റിവെക്കുക, എല്ലാം ചെയ്യുക, അതിനൊന്നും തെറ്റില്ല. ഭാര്യമാരുടെ കാര്യത്തിൽ അള്ളാഹു നബിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി. എന്നിട്ട് ദാലിക അദ്നാ അൻ തഖറ അയ്യുനുഹുൻ, ദാലിക അദ്നാ അൻ തഖറ അയ്യുനുഹുന്ന, അവരുടെ കണ്ണുകൾ കുളിർമയാകാൻ ഏറ്റവും നല്ലത് ഈ ഒരു നിലപാടാണ്. നബിക്ക് അള്ളാഹു അണ്ട് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ നബി ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെയെങ്കിലും മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രത്യേകമായ ഒരു മോശപ്പെട്ട അനുഭവത്തോടു കൂടി പെരുമാറുകയോ ചെയ്തില്ല. അപ്പോൾ ഭാര്യമാർക്ക് ഈ ആയത്തിറങ്ങിയതിൻ്റെ ശേഷം കൂടുതൽ സുരക്ഷിതത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഭർത്താവിൽ നല്ല നിർഭയത്വവും കിട്ടുകയാണ് ചെയ്തത്. ദാലിക അദ്നാ അല്ല അൻ തഖറ അയ്യുനുഹുന്ന, അവരുടെ കണ്ണുകൾ കുളിർമയാവാൻ അതാണ് ഏറ്റവും നല്ല വഴി. വലാ യഹ്സന്ന, അവർ ദുഃഖിക്കാതിരിക്കാനും ഇതാണ് നല്ലത്. വയർളൈന ബിമാ ആതൈതഹുന്ന കുല്ലഹുന്ന, നീ നൽകിയത് അവരെല്ലാവരും ഇഷ്ടപ്പെട്ട് ജീവിക്കാനും നല്ലത് അതാണ്. ആദ്യം അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടായതെന്താ? നബിൻ്റെ അടുക്കൽ ആഹാരം കൊടുക്കാനില്ല, ആവശ്യമായ ജീവിത സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് നബിയോട് അവർ ഇതൊക്കെ ആവശ്യപ്പെട്ടതും. വേണമെങ്കിൽ ഫതആലൈന്ന ഉമ്മത്തിയഹുക്കുന്ന ഉസര്യഹുക്കുന്ന സറാഹൻ ജമീല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വന്നോളി, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള മത്തായ ജീവിത വിഭവങ്ങൾ തരാം, എന്നിട്ട് നിങ്ങളെ പിരിച്ചയക്കാം എന്ന് പറഞ്ഞ ആ പ്രവാചകന് അള്ളാഹു സ്വതന്ത്രമായി ആ ഭാര്യമാരെ കൈകാര്യം ചെയ്യാനുള്ള അനുമതി കൊടുത്തപ്പോൾ നബി അത് കൃത്യമായി പ്രയോഗിക്കുകയും എന്നിട്ട് ആ ഭാര്യമാർക്ക് എല്ലാവർക്കും നിർഭയത്വം കൊടുക്കുകയും ചെയ്തത് മൂലം ദാലിക അദ്നാ അൻ തഖറ അയ്യുനുഹുന്ന, അവരുടെ കണ്ണുകൾ കുളിർമയാകാൻ ഏറ്റവും അടുത്ത മാർഗം അതായിരുന്നു. വലാ യഹ്സന്ന, ദുഃഖിക്കാതിരിക്കാനും. അതായത് നബി ഞങ്ങളെ ഒഴിവാക്കിയല്ലോ എന്നുള്ള ഒരു ദുഃഖത്തിന് ഇടം നബി കൊടുത്തില്ല. നബി ഒഴിവാക്കാൻ അനുമതിയുണ്ടായിട്ടും ഞങ്ങളെ പിടിച്ചു നിർത്തിയല്ലോ എന്ന കാര്യത്തിൽ അവർക്ക് സന്തോഷമുണ്ടായി. വയർളൈന ബിമാ ആതൈതഹുന്ന കുല്ലുഹുന്ന, അവരെല്ലാവരും നബി നൽകിയതിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. അത്രയേ ഉള്ളെങ്കിൽ അത് മതി, ഞങ്ങൾക്കത് മതി എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ട് വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ അള്ളാഹു അറിയും. വകാനല്ലാഹു അലീമൻ ഹലീമ, അള്ളാഹു എല്ലാം അറിയുന്നവനും വിവേകശീലനുമാണ്. ഹലീം എന്ന് പറഞ്ഞാൽ നല്ല അവധാനതയോടുകൂടി പ്രവർത്തിക്കുന്നവനാണ്. എടുത്തു ചാടാത്ത സ്വഭാവത്തിനാണ് ഹിൽമ് എന്ന് പറയാം. വിവേകം എന്ന് നമ്മൾ പറയും, അവധാനത എന്നൊക്കെ പറയും. അപ്പോൾ അള്ളാഹു എല്ലാം അറിയും, അറിയുന്നതിനനുസരിച്ച് അവധാനപൂർവം എല്ലാം നിർവഹിക്കുന്നവനാണ് അള്ളാഹു തആല. എന്നിട്ട് ലാ യഹില്ലു ലക, ആ
നബിയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തുടർന്നും പറയുന്നത്. ലാ യഹില്ലു ലക്കൻ നിസാഉ മിൻ ബഅദു, ഇതിനു ശേഷം ഇനി നിങ്ങൾക്ക് സ്ത്രീകൾ അനുവദനീയമല്ല. ഇതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവാഹം കഴിച്ച ഇതിൻ്റെ അപ്പുറം ഇനി നിങ്ങൾക്ക് മറ്റൊരു പുതിയ വിവാഹം കഴിക്കാൻ അനുവദനീയമല്ല. വലാ അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ, ഏതെങ്കിലും ഭാര്യമാരെ മാറ്റി നിർത്തിയിട്ട് പകരം ഭാര്യമാരെ പുതിയതായി സ്വീകരിക്കാനും ഇനി നിങ്ങൾക്ക് അനുമതിയില്ല. അത് ഇങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത് ആ കുടുംബജീവിതം ആ ഭാര്യമാരൊക്കെ സന്തുഷ്ടരായി, നബിയും സന്തുഷ്ടനായി. അവൻ അള്ളാഹു തആല പറഞ്ഞു ഒഞ്ഞി ഭാര്യമാരെ സ്വീകരിക്കരുത്, അതിന് അനുമതിയില്ല, ഹലാലല്ല. പിന്നെ വേറൊരു ഭാര്യമാരെ പകരമാക്കാനും ഇതിനെ ഒഴിവാക്കിയിട്ട് മറ്റൊരു പുതിയ ഭാര്യമാരെ സ്വീകരിക്കാനും പറ്റില്ല. ഒരു അഅ്ജബക ഹുസ്നുഹുന്ന, അവരുടെ സൗന്ദര്യം നിന്നെ കൗതുകപ്പെടുത്തിയാലും, നല്ല സൗന്ദര്യം ഉണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ പോലും, കൗതുകം തോന്നിയാൽ പോലും ഒരു ഭാര്യയും എനിക്ക് സ്വീകരിക്കാൻ പാടില്ല. ഒല ഇല്ലാമ മലക്കത്തി യമീനുക, നിൻ്റെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയതൊഴികെ. അഥവാ യുദ്ധത്തിലും മറ്റുമായി അടിമകളായി ഏതെങ്കിലും സ്ത്രീകൾ നിൻ്റെ അടുക്കൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അടിമകളെ ഭാര്യമാരെ പോലെ ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ വിവാഹം മൂലം ഒരു ഭാര്യമാരെയും ഇനി സ്വീകരിക്കാനും പറ്റില്ല, ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്നിനെ പകരമാക്കാനും പറ്റില്ല. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. അപ്പോൾ ഇതോടുകൂടി നബി കുടുംബത്തിനെ, ഉമ്മാത്തുൽ മുഅ്മിനീൻ്റെ ആ കുടുംബത്തിനെ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തി. ഒരു അസ്ഥിരത വന്നു, നബിൻ്റെ അടുക്കൽ കൊടുക്കാനില്ല, പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അവകാശവാദവുമായി വന്നപ്പോൾ ഒരു അസ്ഥിരമായിരുന്ന അവസ്ഥയിൽ അവർക്ക് അവരെ വേണമെങ്കിൽ മോചിപ്പിച്ചയക്കാം എന്ന് നബി അവരിൽ പ്രഖ്യാപനം നടത്തി. ആരും തയ്യാറായില്ല. പിന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടാന്നാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുകയും ചെയ്യാം ഒക്കെ പറഞ്ഞിട്ടും നബി തൻ്റെ ഭാര്യമാരെ കൃത്യമായി നിലനിർത്തിയപ്പോൾ അള്ളാഹ് പറഞ്ഞു ഇനി പറ്റൂല, അത് മതി. അതോടുകൂടി അവസാനിച്ചു. ഇനി നബിയുടെ ഭാര്യമാരെ ഓരോരുത്തരെയും നമ്മൾ എടുത്തു നോക്കിയാൽ പോലും അത് ഏതെങ്കിലും നിലക്ക് ഇസ്ലാമികമായ ആ സമൂഹത്തിനെ വളർന്നു വരുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഒന്നുകിൽ ആവശ്യമായതോ അതല്ലെങ്കിൽ ഒരു പെണ്ണ് അനാഥയായി പോയപ്പോൾ ആ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായതോ ആയ വിവാഹങ്ങളല്ലാതെ മറ്റൊന്നും നബിയിൽ ഉണ്ടായിട്ടില്ല. ചെറുപ്പം യുവത്വമുള്ള സ്ത്രീകളെ നബി വിവാഹം ചെയ്യുക മൂലം ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് സഫിയ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ആളുകളെ വിവാഹം ചെയ്തതുകൊണ്ട് ഒരു ജൂത സമൂഹം ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വരാൻ അത് കാരണമായി. ഒരു വലിയ സാമൂഹ്യ അക്രമങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും ഒഴിവായി കിട്ടി. യഹൂദഗോത്രത്തിലുള്ള ഒരു സ്ത്രീയെ അടിമയായി പിടിക്കുകയും അടിമയായി നിലനിർത്തിയിരുന്നുവെങ്കിൽ അവർ ആ ശത്രുതയുമായി കാലാകാലം നിൽക്കുമായിരുന്നു. പക്ഷേ അടിമയല്ലാതെ നബി വിവാഹം ചെയ്തതോടുകൂടി അവർ വരെ ഇസ്ലാമിനെ പിന്തുണക്കാനും ഇസ്ലാമിലേക്ക് വരാനും അത് കാരണമായി. അപ്പോൾ അത് ഗുണയുണ്ടായിട്ടുള്ളൂ. അതുപോലെ മറ്റു പല സ്ത്രീകളെയും ഗത്യന്തരമില്ലാതെ, ആ സ്ത്രീകൾക്ക് മറ്റൊരു തുണയില്ല, പ്രവാചകൻ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ. സൈനബ റളിയല്ലാഹു അൻഹയൊക്കെ വിവാഹം ചെയ്തപ്പോൾ അവർക്ക് 66 വയസ്സാണ്, വളരെ രോഗിയും ഒരിക്കലും ഒരു വൈവാഹിക ജീവിതത്തിന് പറ്റുന്നതല്ല. പക്ഷേ നബി വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്ത്രീ അനാഥയായി പോകുമായിരുന്നു. മുശ്രിക്കുകളുടെ അടുക്കലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ അവരുടെ സംരക്ഷണയിൽ ജീവിക്കേണ്ട ഗതികേട് വരുമായിരുന്നു. അതുകൊണ്ടാണ് വിവാഹം ചെയ്തത്. അതുപോലെയുള്ള ഓരോ വിവാഹത്തിനെയും എടുത്തു നോക്കിയാൽ കൃത്യമായി ഒരു നബി ഒരു പെണ്ണിനെ കെട്ടാൻ അതിങ്ങനെ വിചാരിച്ച് നടക്കുകയായിരുന്നു എന്നതല്ല. നേരെ മറിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമൂഹത്തിൻ്റെ ആദ്യകാല തറയിടൽ നടക്കുന്ന ആ കാലത്ത് ആ ഇസ്ലാമിക ഉമ്മത്തിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വിവാഹങ്ങളാണ് നബി കഴിച്ചിട്ടുള്ളത് എന്ന് നബിയുടെ ഭാര്യമാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം അതാണ്. പിന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം അതാണ്. ഉമ്മു ഹബീബ അബൂ സുഫിയാൻ്റെ മോളാണ്. ഇങ്ങോട്ട് വന്നാൽ ബാപ്പ തച്ചു കൊല്ലും,
കാരണം ഇസ്ലാമിൻ്റെ അത്ര ശത്രുവാണ് ഉമ്മു ഹബീബിൻ്റെ ഭാര്യ. വിശ്വസിച്ചു, എന്താ ചെയ്യുക, വിശ്വസിച്ചു. അബ്സീനിയയിലേക്ക് ഹിജറ പോയി. ഇങ്ങോട്ട് വന്നാൽ ബാപ്പ സ്വീകരിക്കൂല. ഭർത്താവാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു, മാറിപ്പോവുകയും ചെയ്തു. പിന്നെന്താ മാർഗം? ആ പെണ്ണവിടെ ഒറ്റപ്പെടുകയാണ് ഒരു അന്യരാജ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ, നബിയുടെ ഏറ്റവും വലിയ ശത്രുവായ അബൂ സുഫിയാൻ നബി ഉമ്മു ഹബീബയെ വിവാഹം ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് ഇവൻ പ്രവാചകനായി വന്ന് എങ്ങനെ വിവാഹമൊക്കെ ചെയ്ത് നടക്കുകയാണ് എന്നുള്ള ഒരു ആക്ഷേപത്തിനുള്ള പഴുതുണ്ടായിരുന്നു അവിടെ. പക്ഷെ അബൂ സുഫിയാൻ അത് ആക്ഷേപിക്കല്ല ചെയ്തത്, അവൻ അന്തസ്സാണ് ചെയ്തത്. അവനിൽ വിശ്വസിച്ച എൻ്റെ മകൾ, അവൾക്ക് വിശ്വാസം നിലനിർത്താൻ മറ്റു മാർഗമില്ലാതായപ്പോൾ അവൻ വിവാഹം ചെയ്തുകൊണ്ട് എൻ്റെ മകളെ സംരക്ഷിച്ചു. തറവാടുള്ളവളെ വിവാഹം ചെയ്തു. അന്തസ്സാണ് അവൻ മുഹമ്മദ് ചെയ്തത് എന്നാണ് അബൂ സുഫിയാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നബിയുടെ വീടുമായി ബന്ധപ്പെട്ട സഹാബിമാർ ഇവിടെ ചില അച്ചടക്ക മര്യാദകൾ. നബിയുടെ വീട്ടിൽ എപ്പോഴും പോയി ഇരിക്കരുത്, അത് നബിക്ക് ശല്യമാണ്. നബിയുടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി ചെന്നാൽ ഭക്ഷണം കഴിച്ചു പോരുക എന്നുള്ള അല്ലാതെ നബിയോട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നത് നബിക്ക് തന്നെ ധാരാളം ശുഗലുണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. എന്നിങ്ങനെയുള്ള അച്ചടക്ക മര്യാദകളാണ് അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂത്തൻ നബിയ്യി, നിങ്ങൾ നബിയുടെ വീടുകളിലേക്ക് കടന്നു പോകരുത്, ഇല്ലാ അൻ യൂദന ലക്കും, സമ്മതം ലഭിച്ചിട്ടല്ലാതെ. ഒന്നാമത്തെ കാര്യം അതാണ്. സമ്മതം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചെങ്കിലല്ലാതെ പ്രവാചകൻ്റെ കുർബത്ത് കിട്ടാനും പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് പ്രവാചകൻ്റെ സാമീപ്യം കിട്ടാനും വേണ്ടി വീടുകളിൽ പോയി ഇരിക്കുന്ന ആ ഒരു അവസ്ഥ സഹാബിമാർക്കുണ്ടാവരുത്. ആ സ്നേഹം ഏറിയപ്പോൾ നബിയെ എപ്പോഴും നബിയുടെ സാന്നിധ്യം കിട്ടണമെന്ന് തോന്നിയപ്പോൾ നബിയുടെ വീട്ടിൽ കയറി ചെന്നത് പലർക്കും പോകാതെ നബിയോട് കൂടെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് നബിക്ക് ശല്യമായി തീർന്നു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. പിന്നെ ഇലാ തആമിൻ, നിങ്ങൾക്ക് ഇല്ലാ യൂദനലക്കും ഇലാ തആമിൻ, വല്ല ഭക്ഷണത്തിനു വേണ്ടി നിങ്ങൾക്ക് അനുമതി കിട്ടിയെങ്കിലല്ലാതെ നിങ്ങൾ വീട്ടിൽ കടക്കരുത്. അതായത് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ അറകളാണല്ലോ, വിരി തൂക്കിയ അറകളാണ്, അല്ലാതെ വാതിലിട്ട് അടിച്ചു പൂട്ടിയ മുറികളല്ല. അപ്പോൾ അറകളാണ്, വിരി തൂക്കിയിട്ട അറകളാണ് മദീന പള്ളിയുടെ ഓരോ ചുറ്റുഭാഗത്തും. അപ്പോൾ അതിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചാൽ നിങ്ങൾക്ക് പോകാം, അല്ലാതെ ഗൈറ നാദിരീന ഇനാഹു, ആ ഭക്ഷണം വേവുന്നത് കാത്തിരുന്നു കൊണ്ട് നിങ്ങളവിടെ ഇരിക്കരുത്. ഭക്ഷണം നബി കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ബന്ധാ നബി വിളിക്കും. അങ്ങനെയാണ് സഹാബിമാരും പട്ടിണിയാണ്, നബിയും പട്ടിണിയാണ്. ചിലപ്പോൾ നബിക്ക് ആരെങ്കിലും വല്ല ഹദിയയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ നബി അത് സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ ആ ഭക്ഷണം അന്ന് ബന്ധ് കിട്ടിയാൽ നബി ഒറ്റക്ക് തിന്നൂല, ഞങ്ങളീ വിളിക്കും എന്ന് വിചാരിച്ച് അതും കാത്ത്, ഭക്ഷണം വേവുന്നതും കാത്ത് അവിടെ പോയി ഇരിക്കരുത്. അതാണ് വലാക്കിൻ. പക്ഷേ ഇതാ ദുഈത്തും, നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫദ്ഖുലു, നിങ്ങൾ കയറി ചെല്ലുക. ഫൈദാ തഈംതും, നിങ്ങൾ താമ് കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ, ഫൻതശിറു, നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുക. ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചാൽ ചെല്ലുക, ഭക്ഷണം കഴിച്ചാൽ തിരിഞ്ഞു പോരാ. അതല്ലാതെ അവിടെ അങ്ങനെ പറ്റിക്കൂടി നിന്ന് നബിയുടെ സാമീപ്യവും നബിയോട് ചോദിച്ച് പറഞ്ഞ് അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നബിയുടെ കൂടെ ഒരു ശല്യം ചെയ്യുന്ന രൂപം ഉണ്ടാവരുത് എന്ന് വിശ്വാസികൾക്ക് അല്ലാഹു തആല മര്യാദ പഠിപ്പിക്കുകയാണ്. പിന്നെ വലാ മുസ്തനിസീന ലി ഹദീസിൻ, അതാ ഒരു നബിയുമായി സംസാരിക്കുന്നതിൽ ആശ്വാസം കണ്ടുകൊണ്ടും നബിയുടെ കൂടെ പോകരുത്. നബിൻ്റെ അടുത്ത് ഒരു വാക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ ജീവിതകാലത്ത് ഒരു നാഴിക നേരമെങ്കിലും നബിൻ്റെ ഒപ്പം കൂടിയാൽ അത് വലിയ ഖൈറാണല്ലോ. അതാ ഇസ്തിഅ്നസ ബി ഹദീസ് എന്ന് പറഞ്ഞാൽ നബിയുമായി സംസാരിക്കുന്നതിൽ ഒരു ആശ്വാസം, ഒരു സമാധാനം കണ്ടുകൊണ്ടും നബിയുടെ വീട്ടിൽ കയറി പോകരുത്. വല്ലാഹു ലാ യസ്തഹി, നബി അത് പറയില്ല. അതാണ് വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖി, സത്യത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല ലജ്ജിക്കുന്നില്ല. അതിനൊരു മറുവശമുണ്ട്. അള്ളാഹ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സത്യത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹ്ക്ക് ഒരു ലജ്ജയുമില്ല. നബിക്കിത് പറയാൻ ലജ്ജുണ്ട്. പൊയ്ക്കോളി, ഭക്ഷണം ഇവിടെ വേവ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊന്നും തരാനില്ല,
അതുകൊണ്ട് ഭക്ഷണം പോകുമ്പോൾ പൊയ്ക്കോളി എന്ന് പറയാൻ നബിക്ക് കാരണം തൻ്റെ ഭാര്യമാർക്കും തനിക്കും ഭക്ഷണം ഉണ്ടാക്കണമല്ലോ, അതിനെന്നെ തയ്യില്ല. പിന്നെ വേവുന്നതും കാത്ത് സാബിമാരവിടെ നബിനോട് വർത്താനം പറഞ്ഞിരുന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നബിക്കത് പറയാൻ മടിയാണ്. അതുപോലെ വീട്ടിൽ നിന്ന് നബിയെ സ്നേഹിച്ചുകൊണ്ട് നബിയുടെ മുസ്തനിസീൻ അലി ഹദീസിൻ നബിയോട് സംസാരിക്കുന്നതിൽ ആശ്വാസം കണ്ടിരിക്കുകയാണെങ്കിൽ അതിലും ആശ്വാസമൊക്കെ ശരി തന്നെയാണ്, നല്ല കൂലിയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതും നബിക്ക് ബുദ്ധിമുട്ടാണ്. അത് നബി പറയാനുള്ള മടി ഉണ്ടാവും. എന്നാൽ അള്ളാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, അള്ളാഹു തആല സത്യം പറയുന്നതിന് അള്ളാഹ്ക്ക് മടിയില്ല, ലജ്ജയില്ല. ഇസ്തിഹ്യാ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ, ഇനി ആ ഭാര്യമാരോട് നിങ്ങൾ വല്ലതും മതാഅ് വല്ല വിഭവങ്ങളും എന്തെങ്കിലും ആവശ്യ വസ്തുക്കളോ മറ്റോ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന, അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം മിൻ വറാഇ ഹിജാബ്, ഒരു മറക്കു പിന്നിൽ നിന്ന് ചോദിക്കണം. ഭാര്യമാരോട് ആ ഹിജാബ് അള്ളാഹു സ്ത്രീകൾക്ക് ഹിജാബിൻ്റെ നിബന്ധന വരുന്നതിൻ്റെ മുമ്പ് നബിയുടെ ഭാര്യമാരോട് നേരിട്ട് വന്ന് സംസാരിക്കുകയും ചോദിച്ച് അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ച് വാങ്ങിക്കൊണ്ടുപോവുകയും മതവിഷയങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് അല്ലാഹു തആല അവിടെ അവസാനിപ്പിക്കുകയാണ്. ഫസ് അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, അവരോട് വല്ലതും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫസ് അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഹിജാബിൻ്റെ അപ്പുറത്ത്, ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു മറ, ആ മറക്കാണ് പിന്നെ നമ്മൾ വസ്ത്രം ഹിജാബൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് നിങ്ങളത് ചോദിക്കണം. അള്ളാഹ്ക്ക് ഇത് ചോദിക്കുന്നതിൻ്റെ ഇത് പറയുന്നതിൽ ഒരു മടിയുമില്ല, നബിക്കത് മടിയാണ്. അതാണ് വരുന്നുണ്ട്. ഇന്നദാലിക്കും കാന യുദിൻ നബിയ, അത് നബിയെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഫയസ്തഹീ മിൻകും, അപ്പം നബി നിങ്ങളോട് അത് പറയാൻ ലജ്ജിക്കും. നബിൻ്റെ വീട്ടിലിങ്ങനെ വന്നിരുന്ന് ഉള്ളതും തിന്ന് പിന്നെ വർത്താനം പറഞ്ഞിരിക്കുന്നത് കാന യുദിൻ നബിയ, നബിയെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഫയസ്തഹീ മിൻകും, അപ്പോൾ അദ്ദേഹം നിങ്ങളോട് അത് ലജ്ജിക്കും. അല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, അള്ളാഹു സത്യം പറയാൻ ലജ്ജിക്കുന്നില്ല. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ, വല്ല മതാഉം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലു, മതാഅ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജീവിത വിഭവം, ജീവിതത്തിന് ആവശ്യമായ ചില്ലറ ചെറിയ സാധനങ്ങൾ, വായ്പ വാങ്ങുന്ന സാധനങ്ങളൊക്കെയാണ് മതാഅ്. അങ്ങനെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഹിജാബിൻ്റെ അപ്പുറത്ത് നിന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. ദാലിക്കും, അത് നിങ്ങളോട് പറഞ്ഞു തന്ന അത് അത്ഹറു ലിഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന് ഏറ്റവും ശുദ്ധമായതാണ്. വഖുലൂബിഹിന്ന, അവരുടെ ഹൃദയത്തിനും ഏറ്റവും അത്ഹർ അതാണ്. അന്യപുരുഷന്മാർ നബിയുടെ ഭാര്യമാരോട് വന്ന് നേരിട്ട് സംസാരിക്കുക എന്നത് അവരുടെ മനസ്സിനും ശുദ്ധിയുള്ള കാര്യമല്ല, നിങ്ങളുടെ മനസ്സിനും ശുദ്ധിയുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ മറയുടെ അപ്പുറത്ത് നിന്ന് ചോദിക്കണം എന്ന് പറയുന്നത്. അത്ഹറുലി കുലൂബിക്കും ഒ കുലൂബിഹിന്ന, കാരണം നിങ്ങളും മനുഷ്യരാണ് അവരും മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലെന്തെങ്കിലും തോന്നലും മറ്റൊക്കെ ഇല്ലാതിരിക്കാൻ ഒരു മറക്കപ്പുറത്തമാണ് നല്ലത്. ഒമാ കാനലക്കും അൻ തുഉദു റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രയാസപ്പെടുത്താൻ നിങ്ങൾക്ക് പാടില്ല. വലാ അൻ തൻകിഹു അസ്വാജഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ മിൻ ബഅദിഹി, അദ്ദേഹത്തിൻ്റെ കാലശേഷം വിവാഹം ചെയ്യാനും നിങ്ങൾക്ക് പാടില്ല, അബദൻ, ഒരിക്കലും. അപ്പോൾ നബിയുടെ ഭാര്യമാരെ നബി അവിടെ നിലനിർത്തി ഉമ്മഹാത്തുൽ മുഅ്മിനായി അംഗീകരിച്ചു. നബിയുടെ മരണശേഷം ആ ഭാര്യമാരെ മറ്റാർക്കും വിവാഹം ചെയ്യാൻ പാടില്ല എന്നുകൂടി ഖുർആൻ പഠിപ്പിച്ചു. അതാണ് ദാലിക്കും, ഇന്നദാലിക്കും, തീർച്ചയായും നിങ്ങളോട് ഇപ്പറഞ്ഞ കാര്യം കാന ഇൻദല്ലാഹി അലീമ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മഹത്തായ കാര്യമാണ്. ഇൻ തുബ്ദൂ ഷൈഅൻ, വല്ലതും നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ, വെളിവാക്കുകയാണെങ്കിൽ, ഔ തുഖ്ഫൂഹു, അല്ലെങ്കിൽ നിങ്ങൾ മറച്ചു വെക്കുകയുമാണെങ്കിൽ, ഫഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ വിശുദ്ധി അങ്ങനെ തന്നെ നിലനിർത്താനും നബിയുടെ സമ്മതമില്ലാതെ വീട്ടിൽ പോയി അവിടെ ഇരുന്ന്
ഭക്ഷണം വല്ലതും കിട്ടുന്നതും കാത്തിരിക്കുക. അങ്ങനെ വെറുതെ നബിയോടെ സാന്നിധ്യത്തിന് വേണ്ടി ഇരിക്കരുത്. നബിക്കത് പറയാൻ മടിയാണ്, അള്ളാഹ്ക്ക് മടിയില്ല. ആ വീട് നിങ്ങളെപ്പോഴും ശുദ്ധമായി വെക്കണം. വല്ലതും വിളിച്ചാൽ തിന്ന് തിരിച്ചു പോരണം. ഇതാ തൈമത്തും വന്തശിറു, ഭക്ഷണം കഴിച്ചു പോന്നാൽ നിങ്ങൾ തിരിച്ചു പോരണം, അവിടെ നിൽക്കാൻ പാടില്ല. നീ ഭാര്യമാരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ മറക്കപ്പുറത്ത് നിന്ന് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിൽ കൊണ്ട് ആകത്തുക? നബിയുടെ കുടുംബത്തിനെ അള്ളാഹു താല വിശുദ്ധമായി മറ്റുള്ളവരുടെ നേർക്കുനേരെയുള്ള ബന്ധങ്ങളിൽ നിന്ന് കാണുകയോ അവരോട് നേരിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് ആ സാന്നിധ്യം ഉണ്ടാവുകയോ ഉള്ള എല്ലാ അവസ്ഥയും നബിയുടെ കുടുംബത്തിനെ അള്ളാഹുകൊണ്ട് മാറ്റി ശുദ്ധീകരിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ നബി മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 18 വയസ്സാണ്. വൃദ്ധരായ സഹാബികൾ പോലും ആയിഷ റളിയല്ലാഹു അൻഹയെ യാ ഉമ്മ എന്നാണ് വിളിച്ചിരുന്നത്. ആ വിശുദ്ധി അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത്. ഒരു 18 വയസ്സായ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കുട്ടിയാണല്ലോ. എന്നിട്ട് പോലും യാ ഉമ്മ എന്നാണ് വളരെ വാർദ്ധക്യം ബാധിച്ച ഉന്നതരായ സഹാബിമാർ പോലും വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രമാത്രം ആദരവ് ഇതിൽ കൂടി ഉമ്മഹാത്തുൽ മുഅ്മിനീന് അല്ലാഹു തആല നൽകി ആണ്. ഇനി ലാ ജുനാഹ അലൈഹിന്ന ഫീ ആബാഇഹിന്ന വലാ അബ്നാഇഹിൻ. ലാ ജുനാഹ അലൈഹിന്ന, അവർക്ക് കുറ്റമില്ല. അപ്പോൾ അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്, ഹിജാബിൻ്റെ പുറത്ത് വരണം. എന്നാൽ അവരുടെ അടുക്കലേക്ക് പോകാൻ അനുമതിയുള്ളവരെയാണ്. ലാ ജുനാഹ അലൈഹിന്ന, അവർക്ക് കുറ്റമില്ല. ഫി ആബാഇഹിന്ന, അവരുടെ പിതാക്കന്മാരുടെ കാര്യത്തിൽ. ഒരു കാര്യം ചെന്നോട്ടെ, സംസാരിച്ചോട്ടെ. വല അബ്നാഇഹിന്ന, അവരുടെ മക്കളുടെ കാര്യത്തിൽ. വല ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരങ്ങളുടെ കാര്യത്തിൽ. വല അബ്നാഇ ഇഖ്വാനിഹിന്ന, സഹോദരന്മാരുടെ മക്കളുടെ കാര്യത്തിൽ. വല അബ്നാഇ അഖ്വാത്തിഹിന്ന, അവരുടെ സഹോദരിമാരുടെ മക്കളുടെ കാര്യത്തിൽ. വല നിസാഇഹിന്ന, അവരുടെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ മതപരമായി വിശ്വസിച്ച് വന്ന അവരുടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ദീനനുസരിച്ച് വിശ്വസിച്ച മറ്റു സ്ത്രീകൾ. അപ്പോൾ മറ്റു സഹാബ വനിതകൾക്ക് കാര്യച്ചെല്ലാം, ഈ പറഞ്ഞ അടുത്ത ബന്ധുക്കൾക്കും കാര്യച്ചില്ല. നിസാഇഹിന്ന എന്ന് പറഞ്ഞാൽ അവരുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആ നിസാഇഹിന്ന ലത്തീഫി ദീനിഹിന്ന, അവരുടെ ദീനിൽ വിശ്വസിച്ചിട്ടുള്ള ആ പെണ്ണുങ്ങൾക്കും കയറി വരാം. എന്നാൽ അവിശ്വാസിനികളായ സ്ത്രീകൾക്ക് കയറി വരാൻ അനുമതി കൊടുത്തിട്ടില്ല. അതാണ് മുസ്ലിം സ്ത്രീകൾക്ക് നബിയുടെ ഭാര്യമാരടുത്ത് യഥേഷ്ടം കയറി ചെന്ന് സംസാരിക്കുകയും പരസ്പരം കാണുകയും ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റു സ്ത്രീകൾക്ക് അനുമതി കൊടുത്തില്ല. അതാ വലാ നിസാഇഹിന്ന എന്ന് പ്രത്യേകം പറഞ്ഞത്. പിന്നെ വലാ മാ മലക്കത്ത് അയ്മാനുഹുന്ന, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകൾ, അവർക്കും കുഴപ്പമില്ല. വത്തഖീനല്ലാഹ്, അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദ, അള്ളാഹു തആല എല്ലാ കാര്യവും സാക്ഷിയാണ്, എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. അപ്പം നബി കുടുംബത്തെ അള്ളാഹു തആല എല്ലാ അർത്ഥത്തിലും ആർക്കൊക്കെ അവരെ സന്ദർശിക്കാം, ആർക്കൊക്കെ സന്ദർശിക്കാൻ പാടില്ല. ഭാര്യമാരുള്ള സമയത്ത്, നബി ഉള്ള സമയത്ത് നബിയുടെ വീട്ടിൽ കയറി ചെല്ലാനുള്ള കൃത്യമായ സമയം നിർണയിച്ചു കൊടുത്തു. അല്ലതും ക്ഷണിച്ചാൽ മാത്രം തിന്ന് തിരിച്ചു പോരണം എന്ന് പറഞ്ഞു. അവിടെ നബിയോടുള്ള സ്നേഹം കൊണ്ട് അവിടെ പറ്റിക്കൂടി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നബിയുടെ മരണശേഷവും ആ ഭാര്യമാരെ മറ്റാരെങ്കിലും വിവാഹം ചെയ്യാൻ പോലും ചിന്തിക്കരുത്, അവർ ഉമ്മമാരാണെന്ന് പറഞ്ഞ് ആ കുടുംബത്തെ അല്ലാഹു തആല എന്നും വിശുദ്ധമായി നിലനിർത്തി. അതാണ്. എന്നിട്ട് അവരോടും പറഞ്ഞു വത്തഖീനല്ലാഹ്, നിങ്ങളും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹു തആല അലാ കുല്ലി ഷൈഇൻ ഷഹീദ, എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. ഇനി ഇന്നല്ലാഹ വമലായികതഹു, ആ നബിക്ക് എന്നിട്ട് നബിയുടെ സ്ഥാനം അല്ലാഹു തആല ഒന്നുകൂടി ഊന്നി പറയാണ്. ഇന്നല്ലാഹ വമലായികതഹു, തീർച്ചയായും അല്ലാഹുവും അല്ലാഹുവിൻ്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, നബിയുടെ മേൽ പ്രാർത്ഥനകളും കാരുണ്യവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നബിയുടെ മേൽ സലാത്ത് ചൊരിയുന്നു എന്ന് പറഞ്ഞാൽ
സലാത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കാരുണ്യമാണ്. അള്ളാഹു നബിയുടെ മേൽ കാരുണ്യം ചൊരിയുന്നു. അള്ളാഹു ആണല്ലോ കരുണയുടെ ഉടമസ്ഥൻ. അതുകൊണ്ട് അർ-റഹ്മാനുർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹു നബിയുടെ മേൽ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വ മലായികത്തുഹു, അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ കാരുണ്യം ചൊരിയുന്നു എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ യുസല്ലൂനക്ക് കാരുണ്യം നേർക്കുനേരെ കൊടുക്കുക എന്നർത്ഥമുണ്ട്. അള്ളാഹുവാണ് കർത്താവെങ്കിൽ, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ, മലക്കുകളോ മനുഷ്യരോ ആണ് ആ യുസല്ലൂനയുടെ കർത്താവെങ്കിലോ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. അതാണ് ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, വ മലായികത്തഹു, അവൻ്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബി, നബിയുടെ മേൽ കാരുണ്യം വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടർ നേർക്കുനേരെ, അള്ളാഹു നേർക്കുനേരെയാണെങ്കിൽ മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാരുണ്യം വർഷിച്ചു കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അതിനാൽ വിശ്വാസികളെ, സല്ലൂ അലൈഹി, ആ പ്രവാചകൻ്റെ മേൽ നിങ്ങൾ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതാ നബിയുടെ മേൽ സലാത്ത് ഇല്ല എന്നാണ്. അതാ വസല്ലിമു തസ്ലീമ, ആ പ്രവാചകന് രക്ഷയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ എന്നിങ്ങനെയുള്ള അർത്ഥത്തിലുണ്ടല്ലോ. സലാത്തും സലാമും കാരുണ്യത്തിന് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയും മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതാണ് സലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലിയിട്ട് വേണം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ എന്ന് പ്രാർത്ഥിക്കാൻ. അതുപോലെ അള്ളാഹുവിനോട് കാര്യമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ ആദ്യം സലാത്ത് ചൊല്ലിയിട്ട് വേണം റസൂലിനോട് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥന സ്വീകരിക്കാൻ ആദ്യം സലാത്ത് കൊണ്ട് ആരംഭിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കാൻ എളുപ്പമാണ് എന്ന് നമുക്ക് കാണാം. പിന്നെ എല്ലാ സമയത്തും മൻ സല്ലാ അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ, എൻ്റെ മേൽ ഒരാൾ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 സലാത്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ 10 കാരുണ്യം കൊടുക്കും എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സലാത്തിൻ്റെ ബഖീലുൻ ബഖീലുൻ ബഖീലുൻ, പിശുക്കനാണ് പിശുക്കനാണ് പിശുക്കനാണ്. മൻ ദുഃഖിർത്തു ഇൻദഹു, അവൻ്റെ മുമ്പിൽ എൻ്റെ പേര് പറയപ്പെടുകയും ഫലം യുസല്ലി അലയ്യ, എൻ്റെ മേൽ സലാത്ത് ചെല്ലുകയും ചെയ്യാത്തവൻ പിശുക്കനാണ് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോടൊരിക്കൽ പറയുകയും ചെയ്തു, നിങ്ങളുടെ പേര് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവന് മൂക്ക് കുത്തി തകരട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുകയും നബിയോട് ആമീൻ പറയുകയും ചെയ്യാൻ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അതാണ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബിയുടെ മേൽ സലാത്ത് നിർവഹിക്കുകയും സലാം നിർവഹിക്കുകയും ചെയ്യുക. അതൊരു കൽപ്പനയാണ്. കൽപ്പന നിർബന്ധത്തിൻ്റെ അത്രത്തോളം എത്തിയ കൽപ്പനയാണ് റസൂലിൻ്റെ പേരിൽ നമ്മൾ സലാത്ത് ചെല്ലണം എന്നത്. ഇനി ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ഇന്നല്ലദീന യുദൂനല്ലാഹ, തീർച്ചയായും അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കുന്നവർ, വറസൂലഹു, അള്ളാഹുവിൻ്റെ റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്നവർ. അപ്പോൾ അള്ളാഹിനെ റസൂലിനും ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹിനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, ഉപദ്രവിക്കാൻ കഴിയില്ല. അതാന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചു എന്നാ. അള്ളാഹിനും റസൂലിനും ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും പറയാത്ത കാര്യങ്ങൾ പറയുക, ചെയ്യുക. അതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും ശപിക്കുക. അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ ഒരു ഭാരമായി, ഒരു ബുദ്ധിമുട്ടായല്ലോ, ഒരു പ്രയാസമാണല്ലോ എന്ന് ഭാരമായി തോന്നുക. അതാണ് ഇതാ ഉള്ള. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റസൂല് പറഞ്ഞിട്ടും അല്ല പറഞ്ഞിട്ടും അതിനെ ഒരു ഭാരമായി കാണുക, റസൂലിനെ ചീത്ത വിളിക്കുക, ഇതൊക്കെയാണ് റസൂലിനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത്. അതുപോലെ അള്ളാഹ്ക്ക് ഇസ്യാൻ, ധിക്കാരം കാണിക്കുക, അള്ളാഹുവിനെ ഉമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കാതിരിക്കുക.
അതൊക്കെയാണ് ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഉപദ്രവിക്കുന്നവർ, ലഅനഹുമുല്ലാ, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു, ഫിദ്ദുന്യ, ഇഹലോകത്തും, വൽ ആഖിറ, പരലോകത്തും. അപ്പോൾ റസൂലിനെ വില കൽപ്പിക്കാത്തവർ, റസൂലിൻ്റെ സുന്നത്തിനെ പരിഹസിക്കുന്നവർ, ഈ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നാണ്. ദുനിയാവില വഅദ്ദലഹും അദാബൻ മുഹീന, ഹീനമായ നിസ്സാരമായ ശിക്ഷ, മോശപ്പെട്ട ശിക്ഷ. നിസ്സാരം എന്ന് പറഞ്ഞാൽ ചെറിയത് എന്നല്ല, വളരെ നിന്ദ്യമായ ശിക്ഷ അള്ളാഹു താല അവർക്ക് അഅദ്ദല്ലാഹു ലഹും, അവർക്ക് ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. വല്ലദീന യുദൂനൽ മുഅ്മിനീന, ഇനി സത്യവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്നവർ, വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളെയും ബുദ്ധിമുട്ടിക്കുന്നവർ, ബിഗൈരി മക്തസബു, അവർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ കൊണ്ട്, വെറുതെ വിശ്വാസികളെയും വിശ്വാസിനികളെയും അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ, അവർ ചെയ്യാത്ത, അവരിൽ നിന്ന് വരാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ ആവശ്യമായ കാരണങ്ങളില്ലാതെ അനാവശ്യമായി വിശ്വാസികളെ അധിക്ഷേപിക്കുക, വിശ്വാസികളെ ഇകഴ്ത്തി കാണിക്കുക, വിശ്വാസിനികളെ പരിഹസിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാരണത്താൽ പ്രവൃത്തികളിൽ കൂടി മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ബുദ്ധിമുട്ടിക്കുന്നവർ ഫഖദിഹ്തമലു ബുഹ്താനൻ, അവർ മഹാവ്യാജമാണ് ഏറ്റെടുത്തിട്ടുള്ളത്, വഇസ്മം മുബീന, വമ്പിച്ച ശിക്ഷയുമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിശ്വാസികളായ ആളുകളെ, അതുപോലെ വിശ്വാസം പ്രബോധനം ചെയ്യുന്ന ആളുകളെ, അത് എത്ര പാവപ്പെട്ടവരായിരുന്നാൽ പോലും അവരെ അധിക്ഷേപിക്കുക, കളിയാക്കുക, പരിഹസിക്കുക, അതൊക്കെ റസൂലിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. റസൂലിനെ പരിഹസിക്കുന്നത് അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അവർക്ക് വലിയ കുറ്റങ്ങളുണ്ടായിരിക്കും. ഫഖദ് യഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീന, അവർക്ക് വലിയ ബുഹ്താൻ എന്ന് പറഞ്ഞാൽ മഹാവ്യാജമായ കാര്യങ്ങൾ അവർ ഏറ്റെടുത്തിരിക്കുന്നു. വ ഇസ്മം മുബീന, വലിയ കുറ്റവും അവർ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ നബി കുടുംബം, നബിയോടുള്ള മനുഷ്യൻ്റെ ബന്ധം, നബിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംസാരങ്ങൾ, പ്രയോഗങ്ങൾ, സമീപനങ്ങൾ, ഇതൊക്കെ അല്ലാഹു തആല നബിയെ അങ്ങണ്ട് പൊതുസമൂഹത്തിൻ്റെ ആ ധാരയിൽ നിന്ന് മാറ്റി വിശുദ്ധവൽക്കരിച്ചുകൊണ്ട് അവിടെ നിലനിർത്തിയിട്ട് ആ നബിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സലാത്ത് ചെല്ലണം. എന്തുകൊണ്ടെന്നാൽ നബിക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നു, മലക്കുകളും സലാത്ത് ചൊല്ലുന്നു, അഥവാ അള്ളാഹു നബിക്ക് കാരുണ്യം നൽകുന്നു, മലക്കുകൾ നബിക്ക് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളും റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ റസൂലിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പിന്നെ യാ അയ്യുഹൻ നബിയു, സത്യവിശ്വാസികളെ, കുൽ, നിങ്ങൾ പറയുക, യാ അയ്യുഹൻ നബിയു, നബിയെ, കുല്ലി അസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയുക, വ ബനാത്തിക, നിങ്ങളുടെ മക്കളോടും പെൺമക്കളോടും നിങ്ങൾ പറയുക, വ നിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ സ്ത്രീകളോടും നിങ്ങൾ പറയുക, യുദ്നീന അലൈഹിന്ന, അവരുടെ മുകളിൽ കൂടി അവർ താഴ്ത്തിയിടട്ടെ, മിൻ ജൽബാബിഹിന്ന, ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ. ജിൽബാബ് എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രം, മേൽവസ്ത്രങ്ങൾ, അതിൻ്റെ ബഹുവചനമാണ് ജലാബീബ്. ജിൽബാബിൻ്റെ ജലാബീബ്, അവരുടെ മേൽപ്പുടവകൾ, മേൽവസ്ത്രങ്ങൾ അവരുടെ മുകളിൽ കൂടി അവർ താഴ്ത്തിയിടട്ടെ. ഇതാണ് ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറയുന്നത്. ഹിജാബ് അള്ളാഹു നിർബന്ധമാക്കിയത് ഇതാണ്. അതുവരെ അവരുടെ മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല മുസ്ലിം സ്ത്രീകൾക്ക്. അവരുടെ ശരീരങ്ങൾ, അതിൻ്റെ നിമ്നോന്നതികളൊക്കെ കാണാമായിരുന്നു. പിന്നീട് അള്ളാഹു പറഞ്ഞു, ശരീരത്തിൻ്റെ ഏറ്റക്കുറവുകളും ഉയർച്ചയും താഴ്ചയും ശരീരത്തിൻ്റെ ഘടനയും കാണാതിരിക്കത്തക്കവണ്ണം മേൽവസ്ത്രങ്ങൾ അവരുടെ മേൽ താഴ്ത്തിയിടണം.
യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫ്ന. അവർ അറിയപ്പെടാൻ നല്ലത് അതാണ്. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, യുറഫ്ന അവർ അറിയപ്പെടാൻ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം സ്ത്രീകളാണ്, വിശ്വാസിനികളായ സ്ത്രീകളാണ്. അവരൊരിക്കലും ഒരു പുരുഷന് വഴങ്ങുന്നവരല്ല, അന്യപുരുഷന്മാർക്ക് വഴങ്ങുന്നവരല്ല. അവർ വിശുദ്ധരാണ്. മറ്റുള്ളവരുടെ നോട്ടത്തിനോ അല്ലെങ്കിൽ സംസാരത്തിനോ പ്രതികരിക്കുന്നവരല്ല. അവർക്ക് ആഭിജാത്യവും അന്തസ്സുമുള്ള സ്ത്രീകളാണെന്ന് അറിയപ്പെടാൻ ആ മേൽവസ്ത്രം താഴ്ത്തിയിടലാണ് നല്ലത്. അപ്പോൾ മറ്റത് ശരീരത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ ആർക്കും അത് ആസ്വദിക്കാനും ആ സ്ത്രീകളെ തൻ്റെ വരുതിയിൽ വരുത്താനും എളുപ്പമാണ് എന്ന് ബോധ്യമാവും. ആ സ്ത്രീയുടെ വസ്ത്രം കണ്ടാൽ തന്നെ വലിയ പണിയൊന്നുമില്ല, അവൾ എന്തിനും വഴങ്ങുന്നവളാണെന്ന്. നേരെ മറിച്ച് മേൽവസ്ത്രം താഴ്ത്തിയിട്ടുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അവളൊരു മുസ്ലിം സ്ത്രീയാണ്, അവൾക്കൊരു വിശ്വാസവും അവൾക്കൊരു മര്യാദയുമുണ്ട് എന്ന് ദാലിക അദ്നാ അൻ യുറഫ്ന അവരറിയപ്പെടാൻ അതാണ് നല്ലത്. ഫലാ യുഅ്ദൈന അപ്പോൾ അവർ ഉപദ്രവിക്കപ്പെടുകയില്ല. അന്യരാൽ ഉപദ്രവം, ഒരു സ്ത്രീക്ക് അന്യരാൽ ഉണ്ടാകാവുന്ന നോട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധങ്ങളിലോ ഉള്ള ഉപദ്രവം ഒഴിഞ്ഞു പോകാൻ പർദ്ദ ധരിക്കലാണ് നല്ലത്. അതാണ് ഹിജാബ്, ഹിജാബിൻ്റെ കൽപ്പനയാണിത്. വക്കാനല്ലാഹു ഗഫൂറർ റഹീമ. എന്നാൽ അള്ളാഹു പുറത്തു വരുന്നവനും കരുണ്യാനിധിയുമാണ്. അതായത് അങ്ങനെയൊന്നും അല്ലാതെ മുസ്ലിം സ്ത്രീകൾ കുറേ നടന്നിട്ടുണ്ട്, അതൊക്കെ അള്ളാഹു തആല പുറത്തു തരും. ഇനി മുതൽ നിങ്ങൾ ഈ ഹിജാബ് ധരിച്ചുകൊണ്ടേ മേൽമുണ്ട് മുമ്പിൽ കൂടി ശരീരത്തിൽ കൂടി ഇട്ടുകൊണ്ടേ പോകാവൂ എന്ന് അള്ളാഹു തആല കൽപ്പിച്ചു. കാരണം അല്ലാഹു ഗഫൂർ റഹീമ. അപ്പോൾ നബിയുടെ ഭാര്യമാരിൽ കൂടി ഇങ്ങനെ വന്ന് ഭാര്യമാരും നബിയും തമ്മിലുള്ള ആ ചെറിയ അസ്വാരസ്യങ്ങൾ വന്നു. അതിൽ കൂടി ഭാര്യമാരുടെ വിശുദ്ധി അല്ലാഹു തആല നിലനിർത്തി. ഭാര്യമാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പിടിച്ചു വെക്കുകയും ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ പിരിഞ്ഞ് നബിയോട് മത്താഴ് വാങ്ങി പിരിഞ്ഞു പോകാം എന്നൊക്കെയുള്ള അനുമതി നൽകി. എങ്ങനെ പിന്നെ ആ ഭാര്യമാർക്ക് വേണ്ട കൃത്യമായ വിശുദ്ധി പത്രവും അല്ലാഹു തആല അവർക്ക് നൽകി. അവരെ മറ്റൊരാളും ഇനി വിവാഹം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇതുപോലെ നബിയുടെ ഭാര്യമാരുടെ ഈ ചാരിത്രബോധവും ഈ വിശുദ്ധിയും എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് നബിയുടെ ഭാര്യമാരോട് കുല്ലി അസ്വാജിക നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയണം, വ ബനാത്തിക നിങ്ങളുടെ പെൺമക്കളോട് പറയണം, വ നിസാഇൽ മുഅ്മിനീൻ എല്ലാ മുഅ്മിനുകളായ സ്ത്രീകളോടും പറയാൻ വേണ്ടി കൽപ്പിച്ചു. യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന മേൽവസ്ത്രങ്ങൾ താഴ്ത്തി ഇടണം എന്ന്. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയെ മറ്റു സമൂഹത്തിൽ നിന്ന് എല്ലാ സമൂഹത്തിൽ നിന്നും തിരിച്ചറിയുകയും അവൾ മറ്റുള്ളവർക്ക് അന്യായമായി വഴങ്ങുന്നവളല്ല എന്നൊരു ബോധമുണ്ടാക്കാൻ ഹിജാബ് ആവശ്യമാണ് എന്നാണ് ഇവിടെ അല്ലാഹു തആല പഠിപ്പിച്ചത്. ഇനി ആ ഹിജാബിനെ ആണ് ഏത് അല്ല മുഖം മറക്കലിൻ്റെ വിഷയത്തിൽ അവളുടെ മേൽ ഇടണം എന്ന് പറഞ്ഞാൽ മുഖം മാത്രമല്ല, ശരീരത്തിൻ്റെ ബ്രസ്റ്റ് അതുപോലെ നെഞ്ച് ഈ ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഈ ഏറ്റക്കുറവുകൾ കാണാതെ ഇടണം. അതിൽ മുഖവും പെടും. എന്നാൽ മുഖം അല്ലാഹു തആല പിന്നെ നമസ്കാരത്തിനും ഹജ്ജിനും ഒഴിവാക്കി തന്നതുകൊണ്ട് മുഖം മറക്കൽ നിരുപാധികം വാജിബാക്കി കൽപ്പിച്ചിട്ടില്ല. എന്നാൽ മറ്റുള്ള ഈ കാരണം പറഞ്ഞു ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുഅ്ദൈന സ്ത്രീകൾ അറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ആ മുഖം മറക്കൽ അടക്കമുള്ള പർദ്ദ നല്ലതാണെന്ന് പറഞ്ഞതോടുകൂടി ഒരു നിർബന്ധ കൽപ്പനയായിരുന്നെങ്കിൽ നിസ്കരിക്കുമ്പോഴും തവാഫിൻ്റെ സമയത്തും ആ നിർബന്ധം വേണമെന്ന് പറയല്ലോ, അത് പാടില്ല എന്നാണല്ലോ പറഞ്ഞത്. തവാഫിൻ്റെ സമയത്ത് മുഖം മറക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നിർബന്ധമല്ല, എന്നാൽ അത് മറ്റുള്ള ജീവിത സന്ദർഭങ്ങളിൽ അത് അഭികാമ്യമാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു നിലപാട്. ഫറളാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പിന്നെ പ്രത്യേകിച്ചും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊന്നുമല്ല, പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ള ആളുകൾ മുഖത്ത് നോക്കി
അതൊരു തെറ്റിലേക്ക് വഴി വെക്കാതിരിക്കാൻ മുഖം മറക്കൽ തന്നെയാണ് അഭികാമ്യം. എന്നാൽ അള്ളാഹു തആല പറഞ്ഞ സന്ദർഭത്തിൽ നമുക്ക് മാറ്റി വെക്കാം. ജിൽബാബ് പറഞ്ഞാൽ തലയിൽ നിന്ന് ശരീരത്തിൻ്റെ മുൻഭാഗത്തു കൂടി ശരീരത്തിൽ കൂടി ഇടുന്ന വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയുക. മേൽ വസ്ത്രം അത് പിന്നെ കണ്ട് മാറിയിട്ട് അത് അബായയായി, പിന്നെ അവസാനം പർദ്ദയായി, അവസാനം ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒരു കുരുണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് കാണുന്ന വിധത്തിൽ അത് വളരെ ടൈറ്റ് ഫിറ്റായിട്ടുള്ള പർദ്ദയായി പിൽക്കാലത്ത് മാറിയതാണ്. ഇസ്ലാം സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടി പഠിപ്പിച്ച ആ വസ്ത്രം അവസാനമായിട്ട് മാറ്റിയിട്ട് ആളുകൾ അതിനെ കണ്ട് വഷളാക്കി തീർത്തിരിക്കുകയാണ്. അബായ എന്ന് പറഞ്ഞതും നല്ല അബായകളൊക്കെ ഉണ്ട്. ഈ തരത്തിലുള്ള എല്ലാം കൂടി മറക്കുന്ന അബായകളുണ്ട്. മറ്റേത് അബായ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം അബായ തന്നെ, വെറുതെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ചുറ്റി പൊതച്ചിക്കുന്നതും അബായയായിട്ടാണ് പറയുന്നത്. അബായ കോട്ട് എന്നാണ്, അബാഅത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാക്ക് അബായാറുണ്ട്. ലലുബ്സു അബാഅത്തിൻ വതഖറ ഐനി അഹബ്ബു ഇലയ്യ മിൻ ലുബ്സി സുഫൂഫി എന്നൊരു കവിതയിൽ കാണാം, ജാഹിലിയ കവി. അബാഅത്ത് എന്ന് പറഞ്ഞാൽ കോട്ട് എന്നാണ്, ഒന്നാകെ നീട്ടിയിടുന്ന കോട്ടിനാണ് അബാഅത്ത് എന്ന് പറയാം. അത് പിന്നെ ഇങ്ങനെ പറഞ്ഞ് അബായ ആയതാണ്. അപ്പോൾ ആ കോട്ട് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് കുട്ടികളെ കോട്ടും കുപ്പായത്തിൻ്റെ ആണുങ്ങളെ കോട്ടും പെണ്ണുങ്ങളെ കോട്ടൊക്കെ ഉണ്ട്. മഴക്കോട്ടടക്കം കോട്ടാണ്. പക്ഷെ അത് ശരീരത്തെ കോട്ട് എന്ന് പറയുമ്പോൾ ആ കോട്ട് ആണല്ലോ ശരീരത്തെ മൂടുന്നത് എന്നാണ് അതിൻ്റെ പിന്നെ ഇതാണ് ഷുഗർ കോട്ടിങ്. അതുപോലെ ഇത് കോട്ട് ചെയ്യുക എന്ന് പറയല്ല, അപ്പം മൂടുന്നൊരു സാധനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായിരുന്നാലും പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, അതായത് പർദ്ദ എന്തൊക്കെ അത് ഒരു 6-ാം നൂറ്റാണ്ടിലേക്ക് മടക്കപ്പെടുന്ന ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞാലും പർദ്ദ ഒരു പരിധി വരെ സ്ത്രീകൾ തെറ്റായ രീതിയിലേക്ക് പോകുന്നതിന് ഗുണകരമായി ഭവിക്കുന്നുണ്ട്. അതായത് ഇസ്ലാം ഇപ്പോൾ ഇന്ന് പല സ്ഥലങ്ങളിലും മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിച്ചത് കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ജാഹിലിയ കാലത്ത്, നബിയുടെ കാലത്ത്, ജാഹിലിയ കാലത്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ഹിജാബിൻ്റെ ആയത്ത് വന്നതിൻ്റെ ശേഷം മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ മുസ്ലിം സ്ത്രീകളെ പരിഹസിക്കുക, ഹിജാബ് ധരിച്ചവരെ പരിഹസിക്കുക, അവർക്കെതിരിൽ ജനങ്ങളെ ഇളക്കി വിടുക, അവരെ നിന്ദ്യരാക്കി മാറ്റുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിലും നടന്നിരുന്നു എന്നാണ്. എന്നിട്ടും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ ഈ വേഷവിധാനങ്ങളിലെ വിശുദ്ധി നിലനിർത്തണം എന്നാണ് അള്ളാഹു ഇതിൽ കൂടിയൊക്കെ പറയുന്നത്. ഇതിന് താഴെ വരുന്നുണ്ട് ആ ഭാഗങ്ങൾ. പിന്നെ ഇന്നത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇനി ഇപ്പോൾ അത്യാവശ്യക്കാര് മാനമര്യാദക്ക് ഇസ്ലാമിക വേഷം ധരിക്കണം എന്ന് വിചാരിക്കുന്നവർ പോലും വല്ല കല്യാണത്തിങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുകാര്യത്തേക്ക് വരുമ്പോൾ അതൊക്കെ മാറി അപ്പം എല്ലാം ഹലാലാക്കി വളരെയധികം മോശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറിവുള്ള ആളുകൾ പോലും ഈ വിഷയത്തിൽ വളരെ പിന്നിലായി മാറുകയാണ്. നമ്മൾ പേടിക്കേണ്ട കാര്യം, നമ്മളെ മക്കളെയും നമ്മളെ ഭാര്യമാരെയും നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ആ തെറ്റ് അല്ലാഹു തആല, കാരണം സ്ത്രീകളെ കൊണ്ടാണ് ഇത്തഖൂ ഫിത്നത്തൻ നിസാ, സ്ത്രീകളെ കൊണ്ടുണ്ടാകുന്ന ഫിത്നകൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ബനൂ ഇസ്രായേൽക്കാരുടെ സമൂഹത്തിൽ സ്ത്രീകളെ കൊണ്ടാണ് ഫിത്നയുണ്ടായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ താക്കീത് നൽകിയിട്ടുണ്ട്. അതായത് സ്ത്രീ സൗന്ദര്യം ഇന്ന് എല്ലാ രംഗത്തും വളരെയധികം വില കൊടുക്കപ്പെടുന്ന വിൽപ്പനച്ചരക്കാക്കി മാറ്റുകയാണ്. അതിനാവശ്യമായ കോസ്മെറ്റിക്കുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉണ്ട്, അതിനാവശ്യമായ വസ്ത്രങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ അങ്ങാടികളിൽ ചെന്നിട്ട് നമ്മളെ ഭാര്യമാർക്കും മക്കൾക്കും ഒരു ഫുൾ കൈയുള്ള
ഒരു ഒരു പിന്നെ കുപ്പായം കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. 100 വട്ടം തിരഞ്ഞു കിടന്നാലേ ഒരു ഫുൾ കൈ ഉള്ളത് കിട്ടുള്ളൂ. അതുപോലെ ശരിക്കും ഇറക്കമുള്ളത് കിട്ടണം എന്ന് വിചാരിച്ചാൽ കുറേ തിരഞ്ഞാലേ കിട്ടുള്ളൂ. കാരണം ഓരോ സമയത്തും വരുന്ന ഫാഷനുകൾ നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സ്ത്രീകളെ ലക്ഷ്യമാക്കുക എന്നുള്ളതല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹറാമും ഹലാലും അള്ളാഹുവിൻ്റെ കൽപ്പനയും പാലിക്കുന്നവർക്ക് ഈ ഫാഷനുകൾ, ഓരോ സമയത്തും വരുന്ന ഫാഷനുകൾ അപകടത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതിലിപ്പോൾ നമ്മൾ നോക്കേണ്ട വേറൊന്നുണ്ട്. ഇപ്പം ഈ സൂംബ ഡാൻസ് അടക്കമുള്ള അതൊക്കെ പർദ്ദയിട്ട സ്ത്രീകളെ കൊണ്ട് അല്ലെങ്കിൽ ആരെ കൊണ്ടൊക്കെ പർദ്ദ ഇടിപ്പിച്ച് അവരതിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഇതൊക്കെ ഇസ്ലാമിൻ്റെ പർദ്ദ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിൽ നമ്മളുടെ സ്ത്രീകളും കുടുങ്ങിപ്പോകുന്നുണ്ട്. അതാണ് അവരെയാണ് ഇതിലേക്ക് മുന്നിലേക്ക് ഇറക്കുന്നത്. അവരെ ഇറക്കുന്നു. ഇനി എവിടെയെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ മാത്രം ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്തിട്ട് അവരെയാണ് ഇതിൻ്റെ ഐക്കണായി കാണിക്കുന്നത്. അതായത് മുസ്ലിം സ്ത്രീകൾ ഈ പർദ്ദയിൽ നിന്ന് താഴോട്ട് വരണം, അവർ സമൂഹത്തിൽ ഒരു പൊതുധാരയിൽ അലിഞ്ഞു ചേരണം, അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ആണും പെണ്ണും തിരിച്ചറിയാത്ത വസ്ത്രമാണ് ഇപ്പം നമ്മൾ പെൺകുട്ടികൾക്ക് കിട്ടുന്നുള്ളൂ. അതൊക്കെ നമ്മളുടെ ഒരു സമൂഹത്തിൽ വരുന്ന ഒരു മാറ്റം, ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകുമ്പോൾ അതിനെ തടുത്തു നിർത്താനൊന്നും നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് ആ ഒഴുക്കിൽ പെടാതിരിക്കാൻ ഒരു കല്ലുമലോ ഒരു കൊമ്പുമലോ പിടിച്ച് മാറിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അത് നമ്മളെ കുട്ടികളെ കൊണ്ട്, നമ്മളെ മക്കളുടെ കാര്യത്തിലും നമ്മളെ ഭാര്യയുടെ കാര്യത്തിലും വസ്ത്രത്തിൻ്റേതാവട്ടെ മറ്റ് ഏത് കാര്യത്തിലാവട്ടെ ഒരു അധാർമികമായ ഒഴുക്ക് വരുമ്പോൾ അത് ഒഴുകട്ടെ. പക്ഷേ നമ്മുടെ ധർമ്മവും നമ്മളെ പഠിച്ചവനെയും പാലിക്കാതിരുന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളായിരിക്കും. നമ്മുടെ ഭാര്യമാരാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളും കൂടി ഭർത്താക്കന്മാരും ഏറ്റെടുക്കേണ്ടി വരും. നമ്മളെ മക്കളെ കാലത്തിനനുസരിച്ച് മാറ്റുക എന്ന നിലക്ക് നമ്മൾ അവർക്ക് ആ നിലക്കുള്ള അവർക്ക് ഇഷ്ടം തോന്നുന്ന വസ്ത്രത്തിലേക്ക് നമ്മളും ചായ്ഞ്ഞു കൊടുത്താൽ അത് പിന്നീട് അതായിരിക്കും ആ കുട്ടികളുടെ ഭാവി. പിന്നെ അവസാനം ആ നിലക്ക് ജീവിച്ച് മരിച്ചാൽ റബ്ബന ഇന്നന അത്തായിന സാരത്തന വ കുബറാഅന ഫഅളല്ലൂന സബീൽ, ഞങ്ങളെ ബാപ്പാരും ഞങ്ങളെ കാരണന്മാരും ഞങ്ങളെ മുതിർന്നവരൊന്നും ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളെ ശീലിപ്പിച്ചത്, അങ്ങനെ ഞങ്ങൾ വളർന്നു വന്നു എന്ന് പഠിച്ചവൻ്റെ അടുത്ത് നമുക്കെതിരിൽ നമ്മുടെ മക്കളും ഭാര്യമാരും സാക്ഷി പറയുന്ന അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ കുത്തൊഴുക്ക് തടുക്കാൻ നിൽക്കുകയല്ല വേണ്ടത്. നമ്മൾ മാറി നിൽക്കുകയും കഴിയുന്നത്ര തോന്നിവാസം സമൂഹത്തിൽ ഉണ്ടാകുന്നതിനെ നമ്മൾക്ക് എങ്ങനെയൊക്കെ അതിനെ ബോധവൽക്കരിക്കാൻ, നമ്മൾ ബോധവൽക്കരിക്കുന്നത് എന്തിനാ? ഒരു നന്മ ഉണ്ടാവാനാണ്. ആ നന്മയിലേക്ക് ബോധവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അതാണ് നമുക്ക് കഴിയാവുന്ന ഒരു കാര്യം ആവട്ടെ. ലഇല്ലം യന്തഹിൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, ലഇല്ലം യന്തഹിൽ മുനാഫിഖൂൻ, കപടവിശ്വാസികൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ഇൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു, കപടവിശ്വാസികൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, വല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, ഹൃദയങ്ങളിൽ രോഗമുള്ളവരും, അതായത് ഇസ്ലാമിനെ മുഴുവനായി ഉൾക്കൊള്ളാതെ ഒന്നുകിൽ മഹാകപ്പടൻ, ഓൻ ഇസ്ലാം തലയിൽ കയറിയിട്ടില്ല, താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവൻ കപടവിശ്വാസി. പിന്നെ വിശ്വാസമുണ്ട്, പക്ഷേ അത് മുഴുവനും ഉൾക്കൊണ്ടിട്ടില്ല, ഹൃദയത്തിൽ ബാക്കി കുഫറിൻ്റെ, ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും തിന്മയുടെയും രോഗങ്ങൾ ബാക്കിയിരിപ്പുണ്ട്. അങ്ങനെ ഹൃദയങ്ങളിൽ രോഗമുള്ളവരും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ
പിന്നെ വൽ മുർജിഫൂന ഫിൽ മദീനത്തി, മദീനയിൽ ഇവരെ പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരും, മുർജിഫൂന എന്ന് പറഞ്ഞാൽ ഇവരെ വിശ്വാസികൾക്ക് പേടിയുണ്ടാക്കുകയും വിശ്വാസികളെ അധിക്ഷേപിക്കുകയും പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ വിശ്വാസം അനുസരിച്ച് നടന്നാൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും, ഇങ്ങനെ പ്രയാസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇർജാഫ്, മനുഷ്യനെ വിറപ്പിക്കുകയും പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളും ആ പണി നിർത്തിയിട്ടില്ലെങ്കിൽ നുഗരിയന്നക ബിഹിം, അവരുടെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കും, നാം നിന്നെ പ്രേരിപ്പിക്കും അവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവരെ എതിർക്കാനും അവരോട് യുദ്ധം ചെയ്യാനും നിനക്ക് ഞാൻ പ്രേരണയും കൽപ്പനയും നൽകും. അവർ മര്യാദയ്ക്ക് ജീവിക്കണില്ലെങ്കിൽ അവരോട് ഒരു സമരത്തിലേർപ്പെടാനുള്ള കൽപ്പന നൽകും. ലനുഗരിയന്നക ബിഹിം, നിന്നെ അവരെ കാര്യത്തിൽ നിന്നെ ഞാൻ പ്രേരിപ്പിച്ച് അവരെ എതിർക്കാനും അവരെ പ്രതിരോധിക്കാനുമുള്ള പ്രചോദനം നിനക്ക് ഞാൻ നൽകും. സുമലായുജാവിറൂനക്ക, പിന്നീട് നിന്റെ അവർ നിന്റെ അയൽപ്പക്കക്കാരായി ജീവിക്കുകയില്ല. ഇല്ലാ ഖലീല, അല്പമൊഴികെ. ഇപ്പം മദീനത്ത് മുനാഫിക്കീങ്ങളും യഹൂദുകളും നസാറാക്കൾ കുറച്ചേ ഉള്ളൂ. നബിയെ എതിർക്കുന്നവരും മുഴുവൻ ഇസ്ലാം ഉള്ളിൽ കയറാത്തവരൊക്കെ ആയിട്ട് അടുത്തടുത്ത് ഇടപഴകി ജീവിക്കുകയാണല്ലോ. അവർ വിശ്വാസികളായി ജീവിച്ചു എന്നതിൻ്റെ പേരിൽ മുസ്ലിം സ്ത്രീകളെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും മുസ്ലിങ്ങൾക്കെതിരിൽ ഭയപ്പാടും ഭീഷണിയും ഒക്കെ ആയി നടക്കുന്നത് അവർ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ അവരെ നേരിടാനുള്ള പ്രേരണ നിനക്ക് ഞാൻ നൽകും. പിന്നെ അധികമൊന്നും നിൻ്റെ അയൽപ്പക്കക്കാരായി ജിവാറിൽ നിന്നെ സഹവസിച്ചുകൊണ്ട് നടക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കും. നിൻ്റെ മദീനയിൽ ജീവിക്കാൻ അവർ അനുവദിക്കൂല, മദീനയിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ കുറേ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ മര്യാദകളും പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതിരുന്നപ്പോൾ അവരെ മൊത്തം അവരുടെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് യഹൂദ് ഗോത്രങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട് കടത്തി. സുമലാ യുജാവിറൂനക ഇല്ലാ ഖലീല മൽഊനീന, ശപിക്കപ്പെട്ടവരായി അവർ മാറും. ഐനമാ സുഖിഫു, അവരെ എവിടെ കണ്ടു കിട്ടിയാലും ഉഹിദു, അവർ പിടികൂടപ്പെടും. വഖുത്തിലു തഖ്തീല, അവർ ശക്തമായി കൊല്ലപ്പെടുകയും ചെയ്യും. അവരുമായി യുദ്ധത്തിലേർപ്പെട്ട് സഹിക്കവയ്യാതെ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ കിട്ടേണ്ട ഇടത്തുനിന്ന് അവരെ പിടിച്ച് കൊല്ലപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്യും. അതിൻ്റെ മുമ്പ് അവരത് അവസാനിപ്പിച്ചോളി എന്നുള്ള ഒരു താക്കീതാണ്. അതൊരു സമൂഹത്തെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ പരിധി വിട്ടാൽ പിന്നെ ആ സമൂഹത്തെ ഒപ്പം നിർത്തി ആ നാട്ടിൽ നിർത്തൂല, പുറത്താക്കേണ്ടി വരും, കൊല്ലപ്പെടേണ്ടി വരും അവർ. അതുപോലെ തന്നെ അവരെ നാട് കടത്തേണ്ടി വരും. സുന്നത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ നടപടിച്ചട്ടമാണത്. ഫില്ലദീന ഖലൂ മിൻ ഖബൽ, മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കിടയിൽ. അതായത് പണ്ടുള്ളവരും അങ്ങനെ തന്നെ അള്ളാഹു തആല ഉപദേശിക്കും, തിന്മ ചെയ്യുമ്പോൾ ഉപദേശിക്കും, അമ്പിയാക്കന്മാർ വീണ്ടും ഉപദേശിക്കും, വീണ്ടും ഉപദേശിക്കും. ഒരു നിലക്കും അവർ പിന്മാറുന്നില്ലെങ്കിൽ അവരെ അള്ളാഹു ഒന്നുകിൽ ഉന്മൂലനാശത്തിന് കാരണമാകുന്ന ശിക്ഷ നൽകും, അല്ലെങ്കിൽ അവരെ യുദ്ധം ചെയ്ത് അവരെ തുരത്തി ഓടിക്കും. ഇത് സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബൽ, ഇതിന് മുമ്പും കഴിഞ്ഞുപോയ സമൂഹത്തിൽ അള്ളാഹു എടുത്ത നടപടികളാണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ നടപടികൾക്ക് ഒരു മാറ്റവും നിനക്ക് കാണാൻ കഴിയില്ല, അതൊക്കെ പിന്നീട് ഉണ്ടാകും. ഇവിടെ അള്ളാഹു തആല വിശ്വാസികളോട് പറയുന്നതാണ്, പരമാവധി അവരോട് നല്ല നിലയ്ക്ക് ജീവിക്കാനും നല്ല സൗഹൃദം പുലർത്താനും, വിശ്വാസികളാകുന്നില്ലെങ്കിൽ തന്നെ വിശ്വാസികളും നല്ല നിലയ്ക്ക് ജീവിക്കുന്നവരാണെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും നിങ്ങൾ വിശ്വസിക്കണ്ട, അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. അഥവാ ഉപദ്രവിക്കുക തന്നെയാണ് എങ്കിൽ അവരെ താക്കീത് നൽകണം. അവസാനം അവരുമായി യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നിർദ്ദേശം നൽകുകയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ
നബിയുടെ കുടുംബം, നബി കുടുംബത്തിനെ പറ്റി ചുറ്റിപ്പറ്റിയ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ഏതായിരുന്നാലും ഇതിൽ നിന്ന് കിട്ടേണ്ട നമ്മളുടെ സ്ത്രീകളുടെ, മക്കളുടെ, ഭാര്യമാരുടെ അവരുടെ സ്വഭാവങ്ങളും രീതികളും ഒക്കെ, അതുപോലെ മറ്റൊരാളുടെ വീട്ടിൽ അവരുടെ സ്ത്രീകളുമായി കാണാനും ഇടപഴകാനും സാഹചര്യമുള്ള രൂപത്തിൽ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി ചെന്ന് വല്ലാതെ ഇരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നത് നബിയുടെ വീടിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ വിശ്വാസികൾക്കും ബാധകമാണ്, ശ്രദ്ധിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള പൊതു സാമൂഹ്യ മര്യാദകളാണ് അള്ളാഹു പഠിപ്പിച്ചത്. അതനുസരിച്ച് ജീവിക്കാൻ പഠിച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.